എന്റെ യശോദയുടെയും സ്വത്തുക്കൾ പ്രിയങ്കയുടെ പേരിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ പ്രിയങ്ക ഞങ്ങൾക്ക് ജനിച്ചാന്നുള്ളതിന് തെളിവുണ്ട്. ശ്യാമേ, ചെറിയമ്മേ, ശ്യാമേ, ശ്യാമേ, ചെറിയമ്മേ വാതിൽ തുറക്ക്. ശ്യാമേ ഒന്ന് വാതിൽ തുറക്ക്. ശ്യാമേ, ശ്യാമേ ഒന്ന് വാതിൽ തുറക്ക്. ശ്യാമേ എന്തു പറ്റി? ചെറിയമ്മ എന്തു പറ്റി? ചുറ്റു ശത്രുക്കളാ, രക്ഷപ്പെട്ടു പോകാൻ അവര് സമ്മതിക്കില്ല. ചെറിയമ്മേ എന്തൊക്കെയാ ഈ പറയുന്നേ? ശ്യാമേ, ശ്യാമേ എന്താ പറ്റിയേ? എഴുതി ചോര കണ്ട് പേടിച്ചവളാ ഞാൻ. കൊല ചെയ്യുന്നത് കണ്ട് പേടിച്ചവളാ ഞാൻ. എത്ര കാലം കഴിഞ്ഞാലും എന്റെ ഉള്ളിൽ ആ പേടി ഉണ്ടാവും. ചെറിയമ്മേ, അഖിൽ സാറിനെ കൊന്നു കളഞ്ഞ പോലെ എന്റെ രാധിക മോളെയും കൊല്ലാനാണ് അവരുടെ തീരുമാനമെങ്കിലോ? അയ്യോ മോളെ, മോളെ, മോളെ. ചെറിയമ്മേ, ചെറിയമ്മേ, ചെറിയമ്മ എന്താ ഈ കാണിക്കുന്നേ? ഇവിടെ ഒരു പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ടാ. മോളെ അരുതേ, കണ്ട സ്വപ്നങ്ങളൊക്കെ വലിച്ച അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കും. ചിലപ്പോ ഞാൻ തളർന്നു പോവും. എഴുതി എനിക്കിനി ഒരു നഷ്ടം കൂടി താങ്ങാനാവില്ല. എന്റെ അഖിൽ സാറ് പോയതുപോലെ വേറെ ആരും എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. മോളെ, എനിക്ക് എന്റെ മോളെ വേണം. അവർക്കൊന്നും പറ്റാൻ പാടില്ല. അഖിൽ സാറ് നമ്മുടെ മോളുടെ കൂടെ നിൽക്കണേ, അവളെ അനുഗ്രഹിക്കണേ, അവളെ കാത്തിരക്ഷിക്കണേ. എഴുതി എന്റെ മോള്. അയ്യോ ചെറിയമ്മേ, അയ്യോ ചെറിയമ്മ കണ്ണു തുറക്ക്. ചെറിയമ്മേ, ഒന്ന് കണ്ണു കണ്ണു തുറക്ക്. ചെറിയമ്മേ, എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഡോക്ടർ ഇത് പോയേ പറ്റൂ. വാ പിടിക്കേ. നമ്മൾ ഇനി ആരും വിശ്വസിക്കില്ല മുത്തശ്ശി. അച്ഛൻ പണം തരില്ല എന്ന് മാത്രല്ല, ഇനി ഈ നാട്ടിൽ ഒരാളിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എടി വെട്ടിമുറിക്കാൻ നിന്റെ അച്ഛന്റെ തീരുമാനമെങ്കിലേ നമുക്കും അത് തന്നെ അങ്ങ് നോക്കാം. നിന്നെ വേണ്ടാത്ത ഒരു അച്ഛന്റെയും അമ്മയുടെയും കൂടെ നീ എന്തിനടി താമസിക്കുന്നേ? നീ വന്നേ. ഈ രാത്രി മുത്തശ്ശി എന്ത് ചെയ്യാൻ പോവാ? എടി നമ്മുടെ ആവശ്യങ്ങൾക്ക് രാത്രിയും പകലൊന്നും ഒന്നുമില്ല. നീ വാ വാ. ദേവാ, ദേവാ ഒന്ന് എണീറ്റേ. ദേവാ ഒന്ന് എണീറ്റേ. എടാ ദേവാ. ദേവേട്ട അമ്മ വിളിക്കുന്നു. എടേ എഴുന്നേറ്റ് കഥവ് തുറക്കാൻ. ദേവാ ഒന്ന് എഴുന്നേറ്റ് വരാൻ. യശോദേ, എടി യശോദേ. എന്താ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് പോയി ഉറങ്ങിക്കോ. എന്താ? എന്നോടും പ്രിയങ്കയോടും ഉള്ള നിങ്ങളുടെ നിലപാട് ഇനി മാറില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടേ ഞാനും പ്രിയങ്ക ഇവിടെ വിട്ടു പോവുക. വിദേശത്തേക്കായിരിക്കും. പ്രിയങ്ക പോകുമ്പോ അമ്മയ്ക്കും കൂടെ പോകാനുള്ള അവസരം കിട്ടിയോ? കളിയാക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഇറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം. ഓ, ഇനിയും ചെയ്യാനുണ്ടോ നിങ്ങൾ രണ്ടുപേർക്കും? സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യമാ പറഞ്ഞത്.
നിന്റെ സ്വത്തില് പ്രിയങ്കയ്ക്ക് അവകാശമുണ്ടല്ലോ. അതെ, പ്രിയങ്കയുടെ പേരിൽ എഴുതി കിട്ടണം. ഏത് സ്വത്തിന്റെ കാര്യം അമ്മയെ പറയുന്നേ? ദേവേട്ടൻ എന്താ കോടിക്കണക്കിന് കൂട്ടി വെച്ചിട്ടുണ്ടോ? അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലേ അതെടുത്ത് വളർത്തുപുത്രിക്ക് കൊടുത്താ മതി. ഞാൻ ചോദിക്കുന്നത് എന്റെ അവകാശമാ. ഈ വീടും പറമ്പും എന്റെ പേരിൽ എഴുതി തന്നേക്ക്. പിന്നെ ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്തില്ല. കുടുംബത്തിലെ കാരണവരുടെ സ്ഥാനത്തെന്ന നിലയ്ക്ക് എനിക്കും അത് തന്നെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് സ്വത്ത് പ്രിയങ്കയുടെ പേരിലാക്കിയിരിക്കണം. എനിക്ക് സൗകര്യമില്ല. ഈ വീടും പറമ്പും എന്റെ യശോദയുടെയും പേരിലാണ്. അച്ഛനമ്മമാരുടെ സ്വത്തിൽ മക്കൾ അവകാശം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പൊ എല്ലാറ്റിലും തെളിവുകളാണല്ലോ പ്രധാനം. തെളിവുകൾ ഉണ്ടാക്കുന്നതിലും ശേഖരിക്കുന്നതിലും രണ്ടുപേർക്കും നല്ല മിടുക്കുമുണ്ട്. എന്റെ യശോദയുടെയും സ്വത്തുക്കൾ പ്രിയങ്കയുടെ പേരിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ പ്രിയങ്ക ഞങ്ങൾക്ക് ജനിച്ചാന്നുള്ളതിന് തെളിവുണ്ടേ. അതുണ്ടോ? ഞാൻ നിങ്ങളുടെ മകളാണെന്നുള്ളതിന്റെ തെളിവാണോ? അത് അച്ഛനും അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അറിയില്ല. പ്രസവിച്ച സ്ത്രീ പറയുന്നതാണല്ലോ സത്യം. യശോദ പറയട്ടെ. ഞാൻ ഒരു മകളെ പ്രസവിച്ചിട്ടുള്ളൂ. അത് ഇവളല്ല, രാധികയാ. യശോദേ, നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. തൊട്ടുപോരുത് അവളെ. നിങ്ങൾ എന്താ കരുതിയത്? നിയമത്തിന്റെ നൂലാമാലകൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണോ? അതൊക്കെ മറ്റുള്ളവർക്കും അറിയാം. പ്രിയങ്ക ഞങ്ങളുടെ മകളാണെന്നും ഞങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അവൾ ഞങ്ങളുടെ മകളാണെന്ന് അതിന്റെ ജന്മാവകാശം ഈ അമ്മ തെളിയിക്കണ്ടേ? അച്ഛൻ കരുതി കൂട്ടി പ്രതികാരം തീർക്കല്ലേ? നീയും നിന്റെ മുത്തശ്ശിയും കൂടി ഇത്രയും നാൾ കളിച്ച കളിയൊക്കെ ഞാൻ കണ്ടില്ലേ. ഇനി കുറച്ച് ബുദ്ധിമുട്ടാ അത് കണ്ടു നിൽക്കാൻ. നീ തെളിയിച്ചോ, നീ കേസ് കൊടുത്തോ. കോടതിയിൽ നിന്ന് വിളിപ്പിച്ചാലേ ഞാനും യശോദയും മൊഴി കൊടുക്കാൻ തയ്യാറാ. ഒപ്പം നടന്നവളെ തെരുവിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞപ്പോ മുതല് തേങ്ങുന്നതാണ് ഞങ്ങളുടെ മനസ്സ്. ആ നിന്നോട് ഇനി ക്ഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ സ്വത്ത് ഭാഗിക്കാനുമില്ല, അതിന്റെ പേരിൽ നിനക്കൊരു പരിഗണന തരാനുമില്ല. നിന്നെ കൊണ്ടാവുന്നത് നീ ചെയ്യ്. ദേവട്ടവാ. ദേവാ, രാധികയ്ക്ക് വേണ്ടി നീ വാശി പിടിക്കണ്ട. പ്രിയങ്കയുടെ അവകാശം നീ കൊടുത്തേ പറ്റൂ. അമ്മ മാറി നിൽക്ക്. മാറി നിൽക്കാനാ പറഞ്ഞത്.